ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കുഞ്ഞാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുഞ്ഞാൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കാണാൻ പോകണമെന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇപ്പോൾ കണ്ണനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാറൊക്കെ ആയല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോവുകയാണ്. ഇത് മായമ്മയുടെ അമ്മ, പിന്നെ മായമ്മയുടെ ആങ്ങളയുടെ മോള്, പിന്നെ കണ്ണന്, ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടെ നമ്മുടെ കൂടെ വണ്ടി ഓടിക്കുന്ന ചേട്ടനും കൂടെ ഉണ്ട്. കാരണം അവൻ അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനെ കൂടെ കൂട്ടാമെന്ന് കരുതി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഉച്ച കഴിഞ്ഞ് ഒരു മണി 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് വരാമെന്ന് കരുതിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ. അപ്പോൾ അവൻ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അമ്മ മീനൊക്കെ വെട്ടാൻ വേണ്ടി തുടങ്ങുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്നായിട്ട് സ്പെഷ്യലായിട്ട് കിട്ടിയേക്കുന്നത് കൂരിയും പിന്നെ ഇത് മത്തിയാണ് കേട്ടോ. ഇപ്പോൾ കൂരിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടെ ഉള്ളവരൊക്കെ അത് അധികമൊന്നും കഴിക്കത്തില്ല കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാണല്ലോ ഇവിടുന്ന് ഇല്ലെന്നവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ആ തലയുടെ ഭാഗം കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇത് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അങ്ങനത്തെ ഈ മീനിൻ്റെ പരിപാടിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കല്ലയിലിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ കൂരി ഇങ്ങനെ എടുത്ത് ആദ്യമേ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കും. എന്നിട്ടാണ് അത് എല്ലാം കൂടെ കൊണ്ട് നമ്മൾ കല്ലയിലിട്ടാണ് ഉരച്ചെടുക്കുന്നത്. കൊണ്ടിരുന്ന ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വർത്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആര് ചെന്നാലും ഇഷ്ടമാണ്. തിരിച്ച് പോരാനുള്ള അപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്ര ഇഷ്ടമാണ് നമ്മളവിടെ ചെല്ലുന്നതും അവിടെ നിൽക്കുന്നതും ഒക്കെ. വർത്താനം പറഞ്ഞ് തീരത്തില്ല. അപ്പോൾ ഈ മീനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ കുഞ്ഞാൻ്റെയും അമ്മയും മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇത് കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടെ ഈ മീൻ വെട്ടലും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ സമയത്ത് കുഞ്ഞിനെ മിസ് ചെയ്യുകയാണ്. അവൾ പുറത്തായതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് അവൾക്ക് സങ്കടമെന്നറിയാം. എന്നാലും ഞങ്ങൾ അവളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനിൻ്റെ വെട്ടലും പ്രോസസ്സും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതിൻ്റെ വയറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മുട്ട അങ്ങനെയൊക്കെ വരും കേട്ടോ. കുഞ്ഞു മുട്ട നല്ല രസമാണ്. അത് കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പം അവിടെ മീൻ കട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവിടെ കണ്ണനും അതുപോലെ തന്നെ നന്ദൂട്ടനും എല്ലാവരും അവർ വെറുതെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ബോളുകളെയും പരിപാടിയൊക്കെയാണ്. പിന്നെ അവൻ നിർബന്ധിച്ച് ഞങ്ങളോട് പാടത്ത് പോകാം. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പാടത്ത് പോകാം, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരെയും കൂട്ടി അവൻ പാടത്ത് വന്നു. പണ്ട് ഞങ്ങളെല്ലാവരും കൂടെ, ഞാൻ, കുഞ്ഞാറ്റ, കുഞ്ഞിപ്പെണ്ണ്, ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ഈ പാടത്തോടെ ഓടി നടക്കുമായിരുന്നു കേട്ടോ. അന്ന് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. അപ്പം ഞങ്ങൾ അതിലൂടെ എല്ലാം ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ ശ്രീകുട്ടി എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പണ്ട് കുഞ്ഞാൻ്റെ അടുത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാടത്തോട്ട് ഓടാനുള്ള അതായിരുന്നു കേട്ടോ ആദ്യമായിട്ട് മനസ്സിൽ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതിലൂടെ എല്ലാം വെള്ളം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ, മാളു, ശ്രീകുട്ടി, കുഞ്ഞാറ്റ, കുഞ്ഞി, നന്ദൂട്ടന്, കണ്ണന്, ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇതിലൂടെ പാടത്തോടെ നടക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേനലായതുകൊണ്ട് തന്നെ വെള്ളമൊന്നും അധികം കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തൊരു കണിക്കൊന്നയുടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണന് അത് കുറച്ച് കണിക്കൊന്ന എടുത്ത് വണ്ടിയെ വെക്കണമെന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ നന്ദുക്കുട്ടനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പറിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ച്. അവനാണെങ്കിൽ എല്ലാ മരത്തോടും ഇങ്ങനെ ഓടി കയറി നടക്കും കേട്ടോ. നല്ല സ്പീഡുമാണ്. പെട്ടെന്ന് വന്നേക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് തന്നെ വിട്ടേക്കുന്നത് കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കാണാനും പെറുക്കാനും ഒക്കെ സമയമുണ്ട്. ഇതിപ്പം പെട്ടെന്ന് ധൃതി ആയതുകൊണ്ട് ഞങ്ങൾ 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പോരണമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ വണ്ടി ഓടിക്കുന്ന ചേട്ടനും ഉണ്ടല്ലോ. അപ്പം വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് പോരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ശ്രീകുട്ടിയും കണ്ണനും ഞങ്ങളെല്ലാവരും ഇതിലൂടെ നടക്കുവാണ്. കുഞ്ഞാറ്റയില്ല കേട്ടോ. കുഞ്ഞാറ്റ എന്ന് പറയുന്നത് കുഞ്ഞാറ്റയുടെ 2ാമത്തെ കൊച്ച്. മൂത്തയാൾ പുറത്താണ്. 2ാമത്തെ ആൾ കുഞ്ഞാറ്റ ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾ ബിസി ആയിരുന്നു. അവൾ എക്സാമിന് പോയേക്കുവാണ്. ഇനി അവൾ വരുന്നോടെ അവൾ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ. ഇപ്പോൾ കണ്ണൻ എങ്ങനെയില്ല സോപ്പിട്ട് നന്ദുക്കുട്ടനെ കൊണ്ട് കണിക്കൊന്ന പറപ്പിക്കാൻ മരത്തെ കയറ്റിയേക്കുവാണ്. എന്നിട്ട് അവൻ ഓരോന്ന് പെടയെന്ന് പെട്ടെന്ന് തന്നെ കയറി കേട്ടോ. കയറിയിട്ട് ഓരോന്ന് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കണിക്കൊന്നയൊക്കെ പറിച്ചു. പക്ഷേ വണ്ടിയെ വെക്കുമ്പോഴത്തേക്കും മിക്കവാറും ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ചൂടിടിച്ച് വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പറയുകയാണ് നമുക്ക് തിരിച്ചു പോകാം, ഇനി അമ്മ മീൻ വെട്ടി എന്തോരൊക്കെ ആയെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നപ്പോഴത്തേക്കും മീനെല്ലാം അമ്മ ഇതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മ പറഞ്ഞു ആ തലയുടെ ആ ഭാഗത്ത് ഒത്തിരി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വെട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് മുട്ടയുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് അമ്മ എല്ലാം പെട്ടെന്ന് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മുട്ടയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് മീനിൻ്റെ അകത്തുനിന്ന് കിട്ടിയ മുട്ടയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനിൻ്റെ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മത്തി ഉണ്ടായിരുന്നു കേട്ടോ. മത്തിയും കൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചുള്ള ഒരു കൂരിയാണ് കേട്ടോ. സാധാരണ ഇതിൻ്റെ കുഞ്ഞിതും കിട്ടാറുണ്ട്. ഇപ്പം ഞങ്ങൾ ആലപ്പുഴയിലൊക്കെ പോവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. നല്ല ഫ്രഷ് മീൻ ഇവിടെ കിട്ടുമല്ലോ. നമ്മുടെ അവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഐസൊക്കെ ഇട്ടല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കുഞ്ഞാൻ്റെ ഇത് മത്തിയും കൂടെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് പിള്ളേർക്ക് ഫ്രൈ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഫിഷ് കറിയെല്ലാം റെഡിയായി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടാണെങ്കിലും എടുക്കും കേട്ടോ. ഒരു സൈഡിൽ മീൻകറി ഇതാ റെഡി ആയിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ ഇത് നമ്മുടെ പാടത്തുണ്ടായ പയറാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ്റെ പറഞ്ഞു അടിപൊളി പയറാണ്, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സൈഡിൽ നമുക്ക് ഇത് മീൻ വറ്റിച്ചതാണ് കേട്ടോ, മത്തി വറ്റിച്ചതാണ് ഒരു സൈഡിലിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അടുക്കള നിൽക്കുമായിരുന്നു. ഞങ്ങളെ വന്നിട്ട് ഇതാ കണ്ണനും അതുപോലെ തന്നെ നന്ദക്കുട്ടനും വിളിച്ചുകൊണ്ട് വന്നു. നമുക്ക് ചീട്ട് കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എന്തോ കുറേ ചീട്ടൊക്കെ വെച്ചിട്ട് കുറേ എന്തോ പരിപാടി കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചുറ്റും ഇരുന്ന് അവിടെ കണ്ണന് ഇതാ മ്യൂസിക്കൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇത് പണ്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ കളിക്കുമായിരുന്നു കേട്ടോ. അന്നൊക്കെ പിള്ളേർ കുറച്ചും കൂടെ കുഞ്ഞിതായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ഇപ്പം വരികയാണ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം കുഞ്ഞാറ്റ ഇവിടെ ഇല്ല, കുഞ്ഞാറ്റേനെയും കൂടെ മിസ് ചെയ്യുക കേട്ടോ. കുഞ്ഞാറ്റയും കുഞ്ഞിയൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുകയാണ്. അത് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി എസ്കേപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ മീൻകറി ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അത്യാവശ്യം എല്ലാം ഒന്ന് ഇളക്കി പെറുക്കിയൊക്കെ വെക്കും. ഇളക്കി വെച്ചിട്ട് ഇതാ അത്യാവശ്യം മീൻ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്രോസസ്സാണ്, അത് നമ്മൾ കടുക് പൊട്ടിക്കുന്നതാണ് കേട്ടോ. കടുക് പൊട്ടിക്കുന്ന സ്റ്റെപ്പും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി എണ്ണ നമ്മൾ ചൂടായിട്ട് ഒരു ചട്ടിക്കകത്തോട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊച്ചുള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കടുക് പൊട്ടിക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയല്ലേ, കാണാനൊക്കെ ആണെങ്കിലും നല്ലൊരു അടിപൊളിയല്ലേ. അപ്പം ഞാനതെല്ലാം ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞാൻ്റെ മീൻകറി ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കടുകും കൂടെ പൊട്ടിച്ചിട്ടു. ആഹാ, മീൻകറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി മീൻകറിയാണ്. ഇതിനിപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബാക്കി കാണാം. പിന്നെ ഇത് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മത്തിയാണ്. അപ്പം ചിലർ ബീഫ് കഴിക്കുകയല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി മത്തി ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്നും കരുതി ഇത് മത്തിയും കൂടെ ഒരു സൈഡിൽ ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു സൈഡിൽ ബീഫും ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ മീൻ വറുക്കാൻ വേണ്ടി ഇട്ടിരുന്നല്ലോ, അതെല്ലാം നമ്മൾ മറിച്ചിടുകയാണ് കേട്ടോ. അത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. ഇത് ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ മീൻ വറുക്കാനായിട്ട്. ഇത് ലൈറ്റായിട്ടൊരു മസാലയേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി അതാണ് ഇത് മെയിനായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഈ മീനെല്ലാം മറിച്ചിട്ടു. അപ്പോഴത്തേക്കും അവർ വന്നിട്ട് പറഞ്ഞു കേട്ടോ, സന്തോഷങ്ങൾ വന്നിട്ടുണ്ട്, അപ്പം കൊയ്ത്ത് മെഷീൻ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി വേറൊരു സൈഡിലത്തേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നന്ദുക്കുട്ടനോട് ഓടിച്ചെന്ന് മേളിൽ നിന്ന് എന്തോ സാധനമൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് നോക്കിയപ്പോഴത്തേക്കും ചടപടയെന്ന് വണ്ടിയുടെ മേളിൽ കയറുവാണ് കേട്ടോ. കയറുന്നു, എല്ലാം റെഡിയാക്കുന്നു, പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനത്തെ പരിപാടിയെല്ലാം നല്ല എക്സ്പേർട്ടായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുഞ്ഞാറ്റേനെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്നും കരുതിയിരിക്കുമായിരുന്നു. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല, ഒരു 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ സന്തോഷങ്ങൾ ഈ കൊയ്ത്ത് മെഷീന് താഴേക്ക് ഇറക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇത്രയും വലിയൊരു വണ്ടി ഇങ്ങനെ കൊയ്ത്ത് മെഷീൻ ഇതിലേക്കൂടെ ഇങ്ങനെ ഇറക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇടുവാണ്. അപ്പം കീ എല്ലാം അതേന്ന് ഓൺ ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സന്തോഷങ്ങൾ പറഞ്ഞു. അവൻ അതെല്ലാം ചെയ്തു.
ഇനി ഇതിപ്പം ആ 2 സൈഡിൽ കൂടെയും ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി താഴേക്ക് ഇറക്കി ഇടുവാണ്. പിന്നെ ഇന്ന് പണിക്കാരൊക്കെ ഉള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞാൻ്റിയും നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, പിന്നെ കാപ്പി ഉണ്ടാക്കണം, ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണം. അതുകൊണ്ടൊക്കെ തന്നെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഇപ്പം സന്തോഷങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് ഇറക്കിയിട്ടു. കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷങ്ങളുടെ കുഞ്ഞാൻ്റിയുടെയൊക്കെ റിലേറ്റീവ്സ് കുറച്ച് പേര് മേളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടുന്ന് കുറച്ച് പിള്ളേർ കളിക്കാനൊക്കെ, നന്ദുക്കുട്ടനൊക്കെ ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ കൊണ്ട് കളിക്കാനൊക്കെ ആയിട്ട് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതാ നമ്മുടെ മീൻ വറുത്ത ഒരിടത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ സാലഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞങ്ങൾ പിന്നെ ഉണ്ടാക്കി കേട്ടോ. അതുണ്ടാക്കി. ഇപ്പോൾ ബീഫ് ഫ്രൈ, പിന്നെ പയർ, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനത്തെ തോരൻ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പെട്ടെന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ചേട്ടനെയും വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞാറ്റ വരാൻ വേണ്ടി കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു കേട്ടോ. പക്ഷേ അവൾ വന്നില്ല സമയമായപ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കഴിച്ചു തുടങ്ങി. ഇതാ നമ്മുടെ ഫേവറേറ്റ് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുഞ്ഞാൻ്റി ഇങ്ങനെ അതിൻ്റെ തലയുടെ ഭാഗം ഒരു പീസായിട്ട്, പിന്നെ അല്ലാത്ത പീസസ് വേറൊരു പാത്രത്തിൽ എടുത്തു വെച്ചു. പിന്നെ പയർ ഇന്നൊരു ഹെവി ആയിട്ട് നന്നായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ സാധാരണ ദിവസമൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കാരണം ഫുഡൊക്കെ കുറച്ച് കഴിക്കത്തുള്ളൂ. ഇതിപ്പം നല്ലപോലെ അന്നത്തെ ദിവസം നന്നായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. കാരണം ഒട്ടും തന്നെ സമയമില്ല. അപ്പോഴത്തേക്കും കുഞ്ഞാറ്റ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ ഭയങ്കര പിണക്കം. അവൾ ഇനിയിപ്പം പൂരത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വരാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. അവളെ 2 ദിവസത്തേന് ഞങ്ങൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വീട്ടിലേക്ക് തിരിക്കുന്ന വഴി ചാച്ചനൊരു ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ട്, ഇറങ്ങിയില്ലേയും ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.